നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കിടയിൽ പ്രമേഹ രോഗമുള്ളവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രമേഹ രോഗമുള്ള ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും എണ്ണത്തിലും വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. പ്രമേഹ രോഗ നിയന്ത്രണം എങ്ങനെയാണ് ആയുർവേദ വിധി പ്രകാരം നടപ്പാക്കുക എന്നാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണുള്ളത്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി മാം, ഇപ്പോൾ നമുക്കറിയാം പ്രമേഹ രോഗത്തിന് പ്രായഭേദമില്ല. ചെറിയ കുട്ടികളിൽ പോലും ഈ അസുഖം ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടുവരുന്നൊരു കാലമാണ്. ആയുർവേദത്തിൽ ഈ അസുഖത്തിനെ എങ്ങനെയാണ് നിർവചിക്കുക? പ്രമേഹം പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളെ, വാതപിത്ത കഫജങ്ങൾ, എല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ ത്രിദോഷങ്ങളെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഊർജ്ജദായക ശക്തികളായിട്ടുള്ള സപ്തധാതുക്കൾ, രസം, രക്തം, മാംസം, മേധസ് എന്നിങ്ങനെയുള്ള സപ്തധാതുക്കളെയും ആശ്രയിച്ച് നിന്നിട്ട് അതിനോട് ചേർന്ന് നിന്നിട്ട് അതിനെ ദുഷിപ്പിച്ചിട്ടാണ് പ്രമേഹം എന്ന രോഗാവസ്ഥയിലേക്ക് അത് മാറുക. പ്രമേഹത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിയായിട്ടുള്ള വിയർപ്പ്, അതുപോലെ ശരീരത്തിന് രൂക്ഷഗന്ധം ഉണ്ടാവുക, അതിമൂത്രത, കൂടെ യൂറിൻ പാസ് ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാവുക. ഏറ്റവും അധികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗിയിൽ പെട്ടെന്ന് തന്നെ ശരീരം മെലിയുക, ശരീരത്തിന് മെലിച്ചിൽ വരിക, അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവുക, കൈകാലുകൾക്ക് ക്ഷീണവും നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തരിപ്പ്, മരവിപ്പ്, ചിലപ്പോൾ പുകച്ചിൽ അനുഭവപ്പെടുക, ഇതെല്ലാം പ്രമേഹ രോഗികളിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് തന്നെ ശരീരം മെലിയുന്നതും അതിമൂത്രത, അതുപോലെ അതിയായിട്ടുള്ള വെള്ളദാഹം, വിശപ്പ് അധികരിച്ചിരിക്കുക, ഇതെല്ലാം തന്നെ പ്രമേഹ രോഗിയിൽ കാണാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. ഇനി ഈ പ്രമേഹ രോഗികളെ തന്നെ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്ത്, ചില നമുക്ക് മനസ്സിലാവും വളരെ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തികളിൽ പ്രമേഹമുള്ളതായിട്ടും കാണാം, അതുപോലെ അതിസ്ഥൗല്യമുള്ളവർ, അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ വിഭജിച്ച് കാണുന്നുണ്ട്. അതിസ്ഥൂലരായിട്ടുള്ളവർ വരുന്നതും അതുപോലെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നവരിൽ വരുന്നതുമായിട്ട് രണ്ട് ടൈപ്പായിട്ട് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭജനം എന്ന് പറയുന്നത് ആധുനിക രീതിയെ പറയുകയാണെങ്കിൽ ടൈപ്പ് 2, ടൈപ്പ് 1, അതുപോലെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ഇങ്ങനെ 3 രീതിയിലായിട്ട് പറയുന്നുണ്ട്. കുലജമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ ഹെറിഡിറ്ററി ഫാക്ടറോട് കൂടിയിട്ട് ജന്മനാ തന്നെ ഷുഗർ വരുന്ന ഒരവസ്ഥയാണ് കുലജം എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരവിഹാരങ്ങളെ കൊണ്ട് വരുന്ന ഒന്നാണ്. ഇതിൽ ആഹാരവും വിഹാരവും ഇത് രണ്ടിനും പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ മധുരവും കൊഴുപ്പും കലോറി മൂല്യം കൂടിയിട്ടുള്ള ആഹാരങ്ങൾ നിത്യേന കഴിക്കുന്നവർ, അതുപോലെ അതിനൊത്ത വ്യായാമശീലമില്ലാത്തവർ, കൃത്യനിഷ്ഠയില്ലാതുള്ള ഭക്ഷണശീലം, എപ്പോഴും നമുക്ക് കാണുന്ന ആഹാരങ്ങളെല്ലാം സമയനിഷ്ഠയില്ലാതെ കഴിക്കുക, അതുപോലെ മറ്റു രോഗങ്ങളുടെ എന്ന പോലെ മലമൂത്രങ്ങളെ തടയുക, വേഗോദാഹരണം, ഇതൊക്കെ പല രീതിയിൽ ഇത്തരത്തിലുള്ള ആഹാരവിഹാരങ്ങളെ കൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇനി ടൈപ്പ് 1 എന്ന് പറയുന്ന പ്രമേഹത്തിൽ നമുക്കറിയാം കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ്. അത് ജനനത്തോടനുബന്ധിച്ച് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് കൂടുതലായിട്ട് ക്ഷീണവും അങ്ങനത്തെ ഹൈപ്പോഗ്ലൈസിമിക് ആവുന്ന അവസ്ഥ. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ജന്മന തന്നെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ടൈപ്പ് 1 വരെ. കുട്ടികളിലാണ് പ്രധാനമായിട്ട് അത് വരിക. അതിൽ ഇൻസുലിൻ സപ്പോർട്ട് തന്നെയാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മൾ കഴിക്കുന്ന അന്നജത്തിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസിനെ വേണ്ട വിധത്തിൽ കോശങ്ങളിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഇൻസുലിൻ്റെ അളവ് കുറയുകയോ നമ്മുടെ ആഹാരത്തിനെ അബ്സോർബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയുമാണ് ഇവിടെയൊക്കെ ഉണ്ടാവുക. ഡോക്ടർ മരിയ, ഇപ്പോൾ ഡോക്ടർ റോസ്മേരി സൂചിപ്പിച്ചതുപോലെ പൊതുവേ നമ്മൾക്കറിയാം പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണമാണ് പ്രതിസ്ഥാനത്തുണ്ടാകുന്ന ആദ്യത്തെ കാര്യം. അപ്പോൾ ആയുർവേദ വിധി പ്രകാരം എത്തരത്തിലാണ് പ്രമേഹ രോഗം തടയാൻ അല്ലെങ്കിൽ പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ കൃത്യമായ ഒരു ഫുഡ് പ്ലേറ്റ് എങ്ങനെയാണ് വിശദമാക്കുക? പ്രമേഹ ചികിത്സയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് തന്നെ
ആഹാര ക്രമീകരണം അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള വ്യായാമവും തന്നെയാണ്. അതിൽ നമ്മൾ ചിട്ടയായിട്ടുള്ള വ്യായാമം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പ്രായം അതുപോലെ തന്നെ ശരീരഭാരം അവരുടെ ആരോഗ്യത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരാൾക്ക് ഇതുപോലെ ആഹാരത്തിൻ്റെ ക്രമീകരണം നടത്തേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം എപ്പോഴും പറയും ചോറ് അത് തീർത്തും ഒഴിവാക്കുക, അങ്ങനെ വേണമെന്നില്ല. നമ്മളതൊരു അളവ്, ഒരു കൃത്യമായ അളവിൽ നമ്മൾ ചോറ് കഴിക്കാം. അതിന് പകരം നമുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ യവമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ റാഗി അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഔഷധമൂല്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ മില്ലറ്റ് എന്ന് പറയുന്ന വിഭാഗം ആ അരി കൂടുതലും ഇതിന് ഉപയോഗിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സും അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. അത് നമുക്ക് 3 നേരത്തെ ആഹാരത്തിലും ഉൾപ്പെടുത്താം. ദോശ, ഇഡ്ഡലി അതിൽ ഉൾപ്പെടുത്താം, മില്ലറ്റ് ഉപയോഗിക്കാം. അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും കഞ്ഞിയായിട്ടോ ഈ മില്ലറ്റിൻ്റെ ചോറ് എന്ന രൂപേണയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികൾ ധാരാളം തന്നെ കഴിക്കുക. പച്ചക്കറികളിൽ നമുക്ക് ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ പാവയ്ക്ക, ചൊരയ്ക്ക, മല്ലിയില, ഇലക്കറികൾ, ചീര അങ്ങനത്തെയുള്ള ധാരാളമൊക്കെ ആയിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ പച്ചക്കറികൾ ധാരാളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പയറ് വർഗ്ഗത്തിൽ പയറ്, കടല, ചെറുപയർ, പട്ടാണി അങ്ങനെയുള്ള പയറ് വർഗ്ഗങ്ങളും നമുക്കിതിൽ ഉപയോഗിക്കാം. നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലത്ത് അത് കൂടുതലും പ്രമേഹ രോഗികൾക്ക് കൂടുതലായിരിക്കും പ്രമേഹം. എന്നാൽ ആ സമയത്ത് ചക്ക, മാങ്ങ അങ്ങനത്തെ ഒരുപാട് സീസണിൻ്റെ ഒരു സമയമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇങ്ങനത്തെയുള്ള മധുരം കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതെ അതിന് പകരം നമുക്ക് ആപ്പിൾ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം, പ്ലം, അതുപോലെയൊക്കെ നമുക്ക് മിതമായ അളവിൽ നമുക്ക് ഓരോ ദിവസം ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഷുഗർ, ഇപ്പം നമ്മൾ ബേക്കറി സാധനങ്ങളിലായാലും സ്വീറ്റ്സിലൊക്കെ ആണെങ്കിലും ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക. അതുപോലെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതൊക്കെ തന്നെ ഈ പ്രമേഹത്തെ കൂട്ടാനും അതുപോലെയൊക്കെ തന്നെയായിട്ട് കാരണമാവുന്നതുകൊണ്ട് അതൊക്കെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക. പിന്നെ അതുപോലെ നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളങ്ങളൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നതാണെങ്കിലും പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. അത് എല്ലാ ദിവസവും കുടിക്കുന്നതൊക്കെ ആണെങ്കിലും പ്രമേഹത്തെ നിയന്ത്രണത്തിൽ നിർത്താനൊക്കെ ആയിട്ട് നല്ലതാണ്. ഈ നെല്ലിക്ക, പച്ചമഞ്ഞൾ, ഇതെല്ലാം നെല്ലിക്ക നീരിൽ പച്ചമഞ്ഞൾ ചേർത്ത് കഴിക്കുന്നതൊക്കെ ഇതുപോലെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹത്തെ ഒരുവിധം നിയന്ത്രിച്ച് നിർത്താനും മരുന്നുകളുടെ കൂടെ തന്നെ ഇത് കഴിക്കുന്നത് നിയന്ത്രണം കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കരിങ്ങാലിക്കാതൽ, അതുപോലെ നെല്ലിക്കത്തൊണ്ട് അതൊക്കെ ഇട്ട് ചേർത്ത വെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ അമൃതിൻ്റെ സമൂലമായിട്ട് തന്നെ എടുക്കാം. അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോ അല്ലെങ്കിൽ അതിന് നമുക്ക് കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ ഇതിന് നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വ്യായാമമാണ്. വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മാംസപേശികളാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. ആ മാംസപേശികൾക്ക് പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഊർജം കിട്ടുന്നത് നമ്മുടെ രക്തത്തിലുള്ള ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഇതിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഊർജം കിട്ടുന്നത്. അപ്പം നമ്മൾ വ്യായാമം കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണത്തിൽ നിർത്താനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഒരു ചിട്ടയായ വ്യായാമം തന്നെ അനുസരിച്ച് പോകണമെന്നാണ് പറയുന്നത്. നമുക്കതിലേക്ക് വിശദമായിട്ട് മടങ്ങിയെത്താം. ഡോക്ടർ റോസ്മെരി മാം, ഇപ്പോൾ നമുക്കറിയാം പൊതുവെ പ്രമേഹമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആളുകൾ പൊതുവെ ഒരു കൺട്രോൾ കൊണ്ടുവരിക ഭക്ഷണം കഴിക്കുന്നതിലായിരിക്കും. ഇപ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കും, ചോറിന് പകരം ചപ്പാത്തിയോ ഓട്സോ ഒക്കെ ആക്കി, ചായയിൽ നിന്ന് പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ ചെയ്താലും അടുത്ത തവണയും ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഷുഗറിൻ്റെ അളവിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടറെ, നമ്മൾ ഈ ഭക്ഷണത്തിലെ ക്രമീകരണം നടത്തുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അവിടെ തന്നെ അവശേഷിക്കുകയായിരിക്കും. ചിലപ്പോൾ അവരുടെ അമിത മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ലെവൽ ഒരു പ്രധാന കാരണമാണ്. ഡോക്ടറെ, സ്ട്രെസ് എത്തരത്തിലാണ് പ്രമേഹത്തിന് കാരണമാവുക? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോഴും സ്ട്രെസ്സിന് കുറവില്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എളുപ്പമാണോ? ഉറക്കക്കുറവൊക്കെ ഒരു പ്രധാന ഘടകങ്ങളാണ്. ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവരും തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും അതുപോലെ ഡെയിലി വീട്ടിലുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും എല്ലാ ഇതുകളിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് തന്നെ ഒരു പിത്തവൃദ്ധിക്കും അതുപോലെ വാദപിത്തജമായിട്ട് വരുന്ന വൈലേഷൻസിനൊക്കെ അത് കാരണമാവും. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉറക്കമില്ലാത്തൊരവസ്ഥ
നമ്മുടെ ഈ ഇൻസുലിൻ്റെ സെക്രീഷനെയും ഒക്കെ ബാധിക്കുന്ന, ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാതിരിക്കുക, ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കുക എന്ന അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റിക്സിൽ വരിക. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വ്യായാമം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇൻസുലിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ കുറച്ച് ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക്, കോശങ്ങളിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇത്തരത്തിലുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് യോഗ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ശിരസിൽ ചെയ്യുന്ന ആയുർവേദീയമായിട്ട് പറയുകയാണെങ്കിൽ ശിരസിൽ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ശിരോവസ്തി അല്ലെങ്കിൽ തളം, ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. തളവും നെറുകയിൽ എണ്ണയൊക്കെ വയ്ക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നിത്യേന എന്നോണം എണ്ണ തേച്ച് കുളിക്കുന്നത് ഈ പ്രമേഹ രോഗികളിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ്. നമ്മുടെ ബോഡിയിലുള്ള സർക്കുലേഷനെ കൂട്ടാനും ഭാവിയിൽ അത് ന്യൂറോപ്പത്തിക് ചേഞ്ചസോ അല്ലെങ്കിൽ ആർത്രൈറ്റിക് ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് പ്രമേഹ രോഗികളിൽ എപ്പോഴും. അതിനെ കുറയ്ക്കാനും, അതുപോലെ ക്ഷീരബല പോലുള്ള എണ്ണകൾ, ചന്ദനാദി, കയ്യുണ്യാദി ഇത്തരത്തിലുള്ള എണ്ണകളൊക്കെ വൈദ്യനിർദ്ദേശപ്രകാരം തലയിൽ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. അത് നമ്മുടെ ഉറക്കത്തെ വേണ്ട വിധത്തിൽ തരാനും അത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റമിക് വർക്കിനെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇടപെടുകയാണ് ഡോക്ടർ. നമുക്ക് കൊല്ലത്തുനിന്ന് ഗിരീഷ് എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ, അത് അച്ഛന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഈ പ്രമേഹം ഉള്ളത് കൊണ്ട് ഈ കോട്ടയ്ക്കിൽ നിന്ന് നമ്മളെ വിഷാകലകാടി കഷായവും അമൃതമേഹാരി ചൂർണവും 2 നേരം ഓരോ സ്പൂണ് കുടിക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ് അത്? അതിന്റെ ഇതെങ്ങനെയാണ്? അത് ഈ കർക്കിടകത്തിൽ കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നം വല്ലതും ഉണ്ടാവും? അങ്ങനെയാണ് അതിന്റെ കാര്യം? കർക്കിടകത്തിൽ കഴിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എത്ര കാലമായി അച്ഛനിങ്ങനെ ഷുഗർ ആയിട്ട്, അച്ഛൻ്റെ 3 monthsന്റെ ആവറേജ് ഷുഗർ HbA1c ഒക്കെ നോക്കുമ്പോൾ എത്രയിലാണ് നിൽക്കണത്, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലോപ്പതി മെഡിക്കേഷനിൽ പോകണുണ്ടോ, അതോ റീസെൻ്റ് ആയിട്ട് വന്നതാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നിഷാദാദി കഷായമൊക്കെ നല്ലതാണ് ഡയബറ്റിക് പോലുള്ള അവസ്ഥയിൽ. അലോപ്പതിക് മെഡിക്കേഷൻ പോകണമെങ്കിൽ അതും എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് 15 മില്ലി 60 മില്ലി വെള്ളമൊക്കെ ചേർത്ത് 2 നേരം കഴിക്കാം. അതുപോലെ ഖദരാദി കഷായം, നീരൂര്യാദി ഗുളിക, ഇതൊക്കെ ഇതിന് നല്ലതാണ്. ചന്ദ്രപ്രഭ ഗുളിക, ഇതിനോടനുബന്ധമായിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് UTA പോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ മാറ്റാനും, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിനെ കുറയ്ക്കാനും ഒക്കെ ഇത്തരത്തിലുള്ളത് സഹായിക്കും, ഷുഗർ ലെവൽ കുറയ്ക്കാൻ. അതിനോടൊപ്പം തന്നെ അച്ഛന് ചെറിയ രീതിയിൽ, ഇപ്പോൾ വലിയ വ്യായാമത്തിലേക്ക് പോകാനല്ല, ചെറിയ രീതിയിൽ നടക്കാനായിട്ട്, ഇപ്പോൾ പുറത്തു പോയി നടക്കാനൊന്നും ഉള്ള അവസരം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ കിടക്കാതെ എഴുന്നേറ്റിരിക്കുകയോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ കുറച്ച് നേരം നടക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഗ്ലൂക്കോസിനെ നോർമലായിട്ട്, ഇൻസുലിൻ്റെ ഇത് കുറവാണെങ്കിൽ കൂടി ചെറിയ രീതിയിൽ അത് അബ്സോർപ്ഷന് സഹായിക്കും. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് ചെയ്യാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ, ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള വെള്ളം കുടിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഏകനായകത്തിൻ്റെ വേര്, കരിങ്ങാലിക്കാതിൽ, നെല്ലിക്കത്തൊണ്ട്, ചിറ്റമർദിൻ്റെ വേര്, ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അരിച്ചു കുടിച്ചാൽ അത് ഷുഗർ കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ യൂറിനറി പ്രോബ്ലംസ് ഇല്ലാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ കഷായം ഉപയോഗിക്കണോണ്ട് ഒരു കുഴപ്പമില്ല, അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അലോപ്പതി മെഡിക്കേഷൻ പോകണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പോകണ്ടോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കൂടണ്ടോ കുറയണ്ടോ എന്ന് അറിയണം. നമ്മൾ ഈ കഷായം കഴിക്കേണ്ട, ഈ പൊടി കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കാതെ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പിന്നെ ആഹാര കാര്യങ്ങളിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതും കൊഴുപ്പ്, മധുരം അങ്ങനത്തെ ഘടകങ്ങളില്ലാത്ത രീതിയിലുമുള്ള ആഹാരങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുപയർ, ഗ്രീൻ പീസ്, അങ്ങനത്തെയുള്ള പയറുവർഗ്ഗങ്ങൾ വെന്തത് ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടായിട്ട് എടുക്കുക. അരിയാഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല. അരിയും ഗോതമ്പും ഒരേ അളവിലാണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവലായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ കൂടി ഗോതമ്പിന് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. അത് സന്താനീയം എന്ന് പറഞ്ഞാൽ അതിനൊരു രോപണ ശക്തിയുണ്ട്, ഹീലിംഗ് പവർ. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ എപ്പോഴും ഊണ്ടൊക്കെ വരാൻ അല്ലെങ്കിൽ പൊട്ടലുകളൊക്കെ വന്നാൽ അത് ഹീൽ ചെയ്യാനൊക്കെ
ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. വ്യക്തമാണ്. ഗിരീഷ് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹ നിയന്ത്രണത്തിൽ പ്രമേഹത്തിന് ഉയർന്ന പ്രമേഹമുള്ള ആളുകളുടെ ചികിത്സയിൽ ഇൻസുലിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ആയുർവേദ വിധി പ്രകാരം ഇൻസുലിന് പകരം എങ്ങനെയാണ് ചികിത്സ? ഒരു പ്രമേഹത്തിന്റെ ചികിത്സ എന്ന് പറയുന്നതിൽ മരുന്ന് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കണ്ടു ആഹാരം, ചിട്ടയായിട്ടുള്ള ആ ഒരു സമയത്തുള്ള ആഹാരശീലം, അതുപോലെ വ്യായാമം, ലഘുവായിട്ട് നമ്മുടെ ഓരോ ശരീരപ്രകൃതിക്കും ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്കും ഒക്കെ അനുസരിച്ചാണ് വ്യായാമത്തിന് നമ്മൾ നിഷ്ഠ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം നിലനിർത്തുന്ന ഒരവസ്ഥ, സ്ഥൂലന്മാരായിരിക്കുന്നതിൽ അവർക്ക് ഫുഡ് ഇൻടേക്കും കൂടിയിരിക്കും. അതുപോലെ അത്തരത്തിലുള്ള പല സങ്കീർണതകളിലേക്ക് പെട്ടെന്ന് മാറാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. ഈ വ്യായാമത്തിലേക്ക് വരിക, അതോടൊപ്പം തന്നെ ഔഷധങ്ങളും ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞോണം പ്രമേഹ രോഗങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും ആയുർവേദ്യമായിട്ട് 20 തരത്തിലാണ്, 20 ടൈപ്സ്. അതിൽ കഫജമായിട്ടുള്ള 20ഉം പിത്തജമായിട്ടുള്ളത് 6, വാതജമായിട്ടുള്ളത് 4, ഇങ്ങനെയാണ് അതിൻ്റെ ഗണങ്ങളിൽ വരിക. ഈ ശ്ലേഷ്മജമായിട്ട് അല്ലെങ്കിൽ കഫജമായിട്ട് വരുന്ന പ്രമേഹം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസിൽ വരുന്നത്, ചിലപ്പോൾ വന്നിട്ട് പിന്നെ ഒന്ന് മാറും, എന്തെങ്കിലും ഒരു ടിപ്പിക്കൽ കാര്യങ്ങളെ കൊണ്ട് വരുന്നത്, പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏർലി സ്റ്റേജസിൽ അറിയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സകളിലേക്കും ആഹാര നിയന്ത്രണത്തിലേക്കും ഒക്കെ വന്നാൽ പൂർണ്ണമായിട്ട് മാറ്റി അവർക്ക് നല്ലൊരു ഔഷധങ്ങളില്ലാതെ തന്നെ വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. ഡോക്ടർ, നമുക്ക് കണ്ണൂരിൽ നിന്ന് വിവേക് എന്ന പ്രേക്ഷകന്റെ കോളുണ്ട്. വിവേക്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് 65 വയസ്സുണ്ട്. അപ്പൊ അമ്മ ഇപ്പൊ കുറച്ചു നാളായിട്ട് മുട്ടുവേദന ഉണ്ടെന്ന് പറയുന്നു. ഇതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? പിന്നെ അമ്മയ്ക്ക് 65 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ മുട്ടിന് തേയ്മാനമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള കുഴമ്പ് ഉപയോഗിക്കുക, കഷായങ്ങളൊക്കെ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അമ്മയ്ക്ക് ആ വേദനയൊക്കെ മാറി കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് മഹാനാരായണ തൈലം വാങ്ങിക്കുക. മഹാനാരായണ തൈലവും കർപ്പൂരാതി കുഴമ്പും കൂടെ വാങ്ങിക്കുക. അത് ചൂടാക്കിയിട്ട് നടുവിനും അരക്കീഴോട്ടൊക്കെ പുരട്ടി ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളം നല്ല ചൂടിലെടുത്ത് തുണി മുക്കി ഒന്ന് ആവി പിടിക്കുക. അതല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നീരിനെയും വേദനേനെയൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഇലകൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റും തന്നെ ഉണ്ടെങ്കിൽ ഏതാ കിട്ടണേന്ന് വെച്ചാൽ പറിച്ചെടുക്കാം. എരിക്കിന്റെ ഇല, ആവണക്കില, മുരിങ്ങയുടെ തൊലി, ഇതൊക്കെ ഏതാ നമുക്ക് ലഭ്യതയ്ക്ക് അനുസരിച്ച് 1 or 2 അതല്ലെങ്കിൽ എല്ലാം തന്നെ കുറച്ച് അരി കഴുകണ വെള്ളം ചേർത്ത് ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് സുഖമുള്ള ചൂടിന് അത് കാലിന്റെ മുട്ടിൽ ധാര പോലെ കോരി ഒഴിക്കുകയോ ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇത്തരത്തിലുള്ള വേദനയും കാര്യങ്ങൾക്കൊക്കെ സഹചരാതി കഷായം കഴിക്കാവുന്നതാണ്. അതുപോലെ മഹാരാഷ്ട്രാദി കഷായം അതിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. മഹാരാഷ്ട്രാദി കഷായം ഒരു 15 മില്ലി 60 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക. രാവിലെയും വൈകിട്ടും കഴിക്കുക. അതിങ്ങനെ നെർവ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അസ്ഥിസന്ധികളിൽ വരുന്ന നീർക്കെട്ടും വേദനേനെയൊക്കെ തീർക്കാനായിട്ട് നല്ല ഒരു മരുന്നാണ്. പിന്നെ മർമാണി ഗുളിക അരച്ചിടാം. എന്തായാലും അമ്മയ്ക്ക് ഈ കുഴമ്പും ഈ കഷായവും ഒക്കെ ഉപയോഗിക്കാം. ബലാരിഷ്ടം ഒരു 25 മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക. 2-3 ആഴ്ച കൊടുത്തിട്ട് അറിയിച്ചോളൂ. വ്യക്തമാണ്. വിവേക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഇപ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ എത്ര ശ്രദ്ധിച്ചാലും ചില ആളുകൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയാറേ ഇല്ല. അതിപ്പോൾ രാവിലെ ചെക്ക് ചെയ്ത 400ഉം 450ഉം ഒക്കെ ആയി സ്ഥിരമായി കണ്ടുവരുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ വളരെ ഉയർന്ന തരത്തിൽ പ്രമേഹ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകൾ എങ്ങനെയാണ്? ഇപ്പോൾ കിടത്തി ചികിത്സയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയാണ്? ഇവിടെ പ്രമേഹ രോഗത്തിൽ നമ്മളൊരു ടിപ്പിക്കലായിട്ട് ആ പ്രമേഹ രോഗത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ചികിത്സ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം എന്ന് പറയുന്നത് അതിനോടനുബന്ധമായിട്ടുള്ള പല അനുബന്ധ രോഗങ്ങൾ, ഇപ്പോൾ ന്യൂറോപ്പതിക് ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഒരു ഡയബറ്റിക് കെയർ പോലെയാണ് പലപ്പോഴും ചികിത്സയിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ കവചമായിട്ട് 10 ടൈപ്പും പൈത്തികമായിട്ട് പറയുന്ന 6 എണ്ണം, ഇതൊക്കെ മറ്റ് പല അനുബന്ധ അവസ്ഥകളെ ഉണ്ടാക്കുന്നതും ദീർഘകാല അനുബന്ധിത്വമുള്ളതും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള BP ചേഞ്ചസിനെയൊക്കെ വരുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയാണ് ഈ 6 പിത്തജമായിട്ട് വരുന്നത്. അത് കൃച്ഛ്രസാധ്യമായിട്ടാണ് പറയുക. വളരെ കഷ്ടപ്പെട്ട് അതിനെ നിയന്ത്രിച്ച് നിർത്താം. പിന്നെ തേർഡ് ഒരു 4 എണ്ണം എന്ന് പറയുന്നത് വാതികമായിട്ട് വരുന്നത് ആണ് ഡയബറ്റിക് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. അത്
വളരെയധികം അനുബന്ധ രോഗങ്ങൾ ഉണ്ടാക്കുകയും നമുക്ക് വളരെ കഷ്ടപ്പെട്ട് മാത്രം നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു പ്രോഗ്രസീവ് ടൈപ്പ് ഓരോരോ നമ്മൾ നിയന്ത്രണത്തിലേക്ക് പോകാത്ത അവസ്ഥയിൽ മറ്റ് രോഗാവസ്ഥയിലേക്ക് പോകുന്ന ഒന്നുമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളൊരു ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുക ഡയറ്റ് മാനേജ്മെൻറ്റ്. അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും, എങ്ങനെയാണ് അവരുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് യുക്തമായ രീതിയിലുള്ള ഒരു ഡയബറ്റിക് ഡയറ്റിലേക്ക് കൊണ്ടുവരും. അതുപോലെ വെള്ളം ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളിട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ ഇതിനോടൊപ്പം തന്നെ അനുബന്ധ രോഗങ്ങളെ മാറ്റത്തക്ക രീതിയിൽ ദേഹത്ത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുക്തമായിട്ടുള്ള ഔഷധങ്ങളിട്ട് സംസ്കരിച്ച ഓയിലും കൊണ്ട് മസാജസ്, പിഴിച്ചിൽ, പിന്നെ പൊടിക്കിഴി പോലുള്ള കിഴികൾ സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എപ്പോഴും സഹായിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഡയബറ്റിക്കാർക്ക് എപ്പോഴും ആർത്രൈറ്റിക് ചേഞ്ചസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള അഭ്യംഗ സ്വേദ പ്രയോഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കിഴിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സർക്കുലേഷനെ കൂട്ടാനും ഇത്തരത്തിലുള്ള വേദനകൾ വരാതിരിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. പിന്നെ റെറ്റിനോപ്പതി പോലുള്ള കണ്ണിൻ്റെ പ്രശ്നം, പലപ്പോഴും നമ്മൾ കണ്ണിൻ്റെ കാഴ്ചക്ക് മങ്ങ അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് വരുന്ന ചേഞ്ചസ്, നാഡിക്ക് കണ്ണിലേക്ക് വരുന്ന ഞരമ്പുകളുടെ വീക്ക്നെസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് വരിക. ഒരു ഡയബറ്റിക് കെയർ പോലെയുള്ള ചികിത്സയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് നേത്ര തർപ്പണം, നേത്രക്ഷാളനം, അതുപോലെ ഒപ്റ്റിക് നെർവിൻ്റെ ബലപ്പെടുത്താൻ അതിൻ്റെ സ്റ്റിമുലേഷനൊക്കെ വേണ്ടിയിട്ട് അന്നലേപം, പുടഭാഗം മുതലായിട്ടുള്ള ചികിത്സകൾ, അതുപോലെ നെറുകയിൽ എണ്ണ വെച്ച് തുടയ്ക്കുക, തളം ചെയ്യുക, അതൊക്കെ ശിരസിൽ ചെയ്യുന്ന തൈലപ്രയോഗങ്ങളുടെ വിവിധ ഫോമുകളാണ്. തളം, അത് അല്ലെങ്കിൽ തല പൊതിച്ചിൽ പോലെ ചെയ്യുക, ശിരോധാര ചെയ്യുക. തക്രധാരയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ടെന്നാണ് പറയുക. ഈ ഡയബറ്റിക് പേഷ്യൻസിൽ സ്റ്റിമുലേഷൻ, എൻഡോക്രൈൻ ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ദെയർബൈ പാൻക്രിയാസിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ടാവും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തക്രധാര എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം അതാത് രോഗികളുടെ അവസ്ഥകൾ നോക്കിയിട്ട് ഏത് സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ വസ്തി പ്രയോഗങ്ങൾ, വസ്തി ചെയ്ത് മൃദുവായിട്ടുള്ള വിരേചനം കൊടുക്കുക, ഇതൊക്കെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാണ്ട് അവരുടെ രോഗം മാറാൻ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ അവസ്ഥയിൽ വരുമ്പോൾ അതുപോലെയുള്ള കിഴികളിലേക്ക് നമ്മൾ പോണ്ടായിട്ട് വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം പൊടിക്കിഴിയും പിഴിച്ചിലും അങ്ങനെ ബലക്ഷയവും ക്ഷീണവും നാഡികൾക്ക് ഇതൊക്കെ ഉള്ളവർക്ക് ഞവര പോലുള്ള അവസ്ഥയിലേക്കും അജപിണ്ഡസ്വേദം പോലെയുള്ള ഇതുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും യുക്തമായിരിക്കും. അതുപോലെ ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഡയബറ്റിക് കെയർ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.